السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. أما السفينة فكانت لمساكين يعملون في البحر فأردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة غصبا. وأما الغلام فكان أبواه مؤمنين فخشينا أن يرهقهما طغيانا وكفرا. فأردنا أن يبدلهما ربهما خيرا منه زكاة وأقرب رحما. وأما الجدار فكان لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك وما فعلته عن أمري ذلك تأويل ما لم تسطع عليه صبرا. ഖളർ അലൈഹിസ്സലാമും മൂസ അലൈഹിസ്സലാമും ഒപ്പമുള്ള യാത്രക്കിടയിൽ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആയത്തുകളിലൂടെ മനസ്സിലാക്കിയത്. കപ്പൽ യാത്ര, അതോടനുബന്ധമായ കാര്യം, ഒരു കുഞ്ഞിനെ കണ്ടത്, വധിച്ചു കളഞ്ഞത്, ഒരു രാജ്യത്ത് എത്തി ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ അത് നിരാകരിക്കുകയും അവിടെ ഫ്രീ ആയി മതിൽ പണി ചെയ്തു കൊടുക്കുകയും ചെയ്തത്. ഇത് മൂന്നും മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനത് പൊരുൾ മനസ്സിലാക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് കരാറിന് വിരുദ്ധമായി തന്നെ അദ്ദേഹം അത് ചോദ്യം ചെയ്യുകയാണ്. ആ ചോദ്യം ചെയ്യലിൽ ഇത് നമുക്കിടയിലുള്ള വേർപാടിൻ്റെ സമയമായിട്ടുണ്ട്, ഇനി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല, അതുകൊണ്ട് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ലാത്ത വിഷയങ്ങളിലുള്ള വ്യാഖ്യാനം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ഖളർ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ഓതിക്കേട്ട സൂക്തങ്ങളിൽ അടങ്ങിയിട്ടുള്ളത്. അമ്മസ്സഫീനതു, ആദ്യ വിഷയം കപ്പലാണല്ലോ. അമ്മസ്സഫീനതു എന്നാൽ കപ്പൽ, ആ കപ്പൽ, അസ്സഫീന പറഞ്ഞാൽ ഇവിടെ പരാമർശിക്കപ്പെട്ട കപ്പലാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. കപ്പലുള്ളവർ യാത്ര ചെയ്തല്ലോ. ഫന്തലഖാ ഹത്താ ഇദാ റകിബാ ഫിസ്സഫീനതി ഖറഖഹാ, ഒരു കപ്പലിൽ കയറി അവർ യാത്ര ചെയ്യുമ്പോൾ ആ കപ്പൽ അവർ കേടുപാട് വരുത്തിയല്ലോ. അതിലടങ്ങിയ പൊരുൾ എന്താണ്, എന്തിനാ അങ്ങനെ ചെയ്തത് എന്നാണ് പറയാൻ പോകുന്നത്. ആദ്യമായി അമ്മസ്സഫീനതു എന്നാൽ ആ കപ്പൽ, ഫകാനത്ത്, സഫീനത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം കപ്പൽ, അതിൻ്റെ ബഹുവചനമാണ് സുഫുനുൻ. അമ്മസ്സഫീനത്തു ഫകാനത്ത്, അതായിരുന്നു, ആ കപ്പലായിരുന്നു. ആരുടേതായിരുന്നു? ലി മസാകീന,
മിസ്കീന്മാരുടേതായിരുന്നു. ലി മസാക്കീന, ദരിദ്രരായ ആളുകളുടേതായിരുന്നു, പാവപ്പെട്ട ആളുകളുടേതായിരുന്നു ആ കപ്പൽ. ആ മിസ്കീനിൻ്റെ ബഹുവചനാണ് മസാക്കീൻ. മിസ്കീനുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് മസാക്കീൻ. അതാണ് ഫക്കാനത്ത് ലി മസാക്കീന. എങ്ങനെയുള്ള മിസ്കീൻകളാണ്? യഅമലൂന ഫിൽ ബഹ്രി. യഅമലൂന, അവർ തൊഴിൽ ചെയ്യുന്നവരായിരുന്നു. അമില യഅമലു, ജോലി ചെയ്തു, തൊഴിൽ ചെയ്തു, പ്രവർത്തിച്ചു എന്നുള്ളതിനൊക്കെ എന്താ പ്രയോഗിക്കുക? യഅമലു, യഅമലൂന. അവർ ജോലി ചെയ്യുന്നവരായിരുന്നു. ഫിൽ ബഹ്രി, സമുദ്രത്തിൽ, കടലിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന മിസ്കീന്മാരുടേതായിരുന്നു ആ കപ്പൽ. ഫഅറത്തു, അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു. അറാദ എന്നാണ് ഉദ്ദേശിച്ചു എന്നുള്ളതിനുള്ള ക്രിയ അതാണ്. അറാദ, അറാദ ഉദ്ദേശിച്ചു. ഇതിന് മുതാരി യുരീദു. ഈ അറാദ എന്നുള്ളത് സർഫാക്കുമ്പോൾ അതിങ്ങനെ ചൊല്ലി വരുമ്പോൾ അറബി ഭാഷയിൽ അറത്തു എന്നിടത്തെത്തും. അറത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചു എന്നുള്ളതിന് അറബിയിൽ എങ്ങനെയാ പറയാ? അറത്തു. അത് ദാലും താവും ഒരുമിച്ച് വന്നപ്പോൾ ദാലിൻ്റെ സൗണ്ട് പോയി തായിൽ ആ ദാലിനെ എന്ത് ചെയ്തു? ഇദ്ഗാം ചെയ്തു, കൂട്ടി വായിക്കുകയാണ്. അല്ലെങ്കിൽ എങ്ങനെ വായിക്കുക? ഫ അറദ്തു എന്നാണ്. ഒറിജിനൽ എന്താണ്? ഫ അറദ്തു. പക്ഷെ അറദ്തു എന്ന് അറബി ഭാഷയിൽ പാരായണം ഇല്ല. മറിച്ച് എന്താ വായിക്കുള്ളൂ? അറത്തു. ആ ദാലും താവും കൂടെ ചേർത്തൊരു വായനയാണ്. ഫ അറത്തു, അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു. അൻ അഈബഹ, അതിനെ ന്യൂനതയുള്ളതാക്കാൻ, കേടുവരുത്താൻ, അഈബുള്ളതാക്കുക. അതാണ് അഈബ എന്ന് പറഞ്ഞാൽ. അഈബ് എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂനത, കുറവ്. അപ്പം കപ്പലിനൊരു കുറവ് വരുത്തിയിട്ട് അതിനൊരു ന്യൂനത ഉണ്ടാക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചു. അഈബഹ എന്ന് പറഞ്ഞാൽ അതിനൊരു തുളയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പലക പൊളിച്ചു മാറ്റി അതിനൊരു ന്യൂനതയുണ്ടാക്കാൻ ഞാൻ എന്ത് ചെയ്തു? ഉദ്ദേശിച്ചു. വകാന, എന്താ അങ്ങനെ ചെയ്യാൻ കാരണം? വകാന വറാഅഹും, അവരുടെ പിന്നിൽ വരാനുണ്ടായിരുന്നു. വകാന വറാഅഹും, അവരുടെ പിന്നിൽ വരാനുണ്ടായിരുന്നു. വറാ എന്ന് പറഞ്ഞാൽ അർത്ഥം പിന്നിലാണ്. പിന്നിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഇനി അവർ യാത്ര ചെയ്ത് അങ്ങോട്ട് എത്തുമ്പോഴാണ്. ഇനി വരാൻ നമ്മൾ സാധാരണ വരില്ല. പല നാട്ടിൽ പല പ്രയോഗങ്ങൾ പറയും. മലയാളത്തിൽ വൈത്താലേ എന്ന് പറയുന്നവരുണ്ട്, പിന്നാലെ എന്ന് പറയുന്നവരുണ്ട്, പിന്നെ എന്താ പറയുക, അങ്ങനെ പല പ്രദേശങ്ങളിലും പല പേരുകളുണ്ടാവും ഓരോ ജില്ലക്കനുസരിച്ച് ഇതിനൊക്കെ അർത്ഥം പറയുമ്പോൾ. ഇവിടെ എന്തായാലും ഉദ്ദേശം എന്താണ്? വറാ എന്ന് പറഞ്ഞാൽ ശരിക്ക് അറബിയിൽ പിൻഭാഗം എന്നാണ് അർത്ഥം. വറാ, ഖൽഫ്, അമാം, വറാ. അപ്പോൾ ഇവിടെ അവരുടെ പിന്നിൽ എന്ന് പറഞ്ഞാൽ ഇനി അവർ യാത്ര ചെയ്തിട്ട് എത്തുന്ന സ്ഥലത്ത് വരാനുണ്ടായിരുന്നു. വകാന വറാഅഹും, അവരുടെ പിന്നിൽ വരാനുണ്ടായിരുന്നു. മലിക്കുൻ, ഒരു രാജാവ്. മലിക്ക്, രാജാവ്. മലിക്കിൻ്റെ ബഹുവചനം മുലൂക്ക്. മലിക്കിൻ്റെ ബഹുവചനം മുലൂക്കുൻ, രാജാക്കന്മാർ. ഇവിടെ മലിക്കുൻ, രാജാവ് വരാനുണ്ട്. ആ രാജാവിൻ്റെ ഹോബി എന്താണ്? യഉഖുദു, അയാൾ പിടിച്ചെടുക്കും. അഖദ യഉഖുദു, അയാൾ പിടിച്ചെടുക്കും. കുല്ല സഫീനത്തിൻ, എല്ലാ കപ്പലും, എല്ലാ കപ്പലും അയാൾ ഗസ്ബൻ, എങ്ങനെ? തട്ടിപ്പറിച്ച് കവർന്നെടുക്കും, ബലമായി പിടിച്ചെടുക്കും. അതാണ് അയാളുടെ ഹോബി. അയാളുടെ രാജ്യത്തു കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലൊക്കെ അയാൾക്ക് കണ്ട നല്ലതാണെന്ന് അയാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അയാളതെന്ത് ചെയ്യും? ബലമായി അതിനെ പിടിച്ചെടുക്കും, എന്നെ അയാളുടേതാക്കും. അപ്പം ഈ സാധുക്കൾക്ക് അത് നഷ്ടപ്പെടൂലേ? അപ്പം അതുകൊണ്ട് കപ്പലിനെ എന്ത് ചെയ്തു? കേടുപാട് വരുത്തിയാൽ പിന്നെ അയാൾ എന്ത് ചെയ്യൂല? അയാളത് പിടിച്ചെടുക്കൂല. അപ്പം അതാണ് ഒന്നാമത്തെ കേസ്. അമ്മസഫീനത്തു എന്നാൽ കപ്പലിൻ്റെ കാര്യം എന്താണ്? കപ്പലിൽ കയറിയപ്പോൾ അതിന് കേടുപാട് വരുത്തിയത് ഫക്കാനത്തുൽ മസാക്കീൻ,
അത് മിസ്കീന്മാരുടെ കപ്പലാണ്. അപ്പോൾ തന്നെ നമ്മളെ മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ടാവും, മിസ്കീന്മാരുടെ കപ്പലോ? കപ്പലിൻ്റെ ഉടമ പിന്നെ എങ്ങനെ മിസ്കീനാവുക? കപ്പലിൻ്റെ ഒക്കെ ഉടമ പിന്നെ മിസ്കീൻ എന്ന് പറയാൻ പറ്റും? അപ്പോൾ അത് ചർച്ച ചെയ്തിട്ടുണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ. അതിനവർ പല വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതൊരു വ്യക്തിയുടെ ഒന്നുമല്ല ഈ കപ്പൽ. കടലിൽ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന പാവങ്ങളായ ആളുകളെല്ലാവരും കൂടെ, അത് എത്ര എണ്ണമാണെന്നൊന്നും അറിയില്ല, ഒരുപാട് മിസ്കീന്മാരെല്ലാം കൂടെ ഷെയർ എടുത്തിട്ട് അവരാകെ ഒരു കപ്പലുണ്ട്, അയിമലാവല ഉപജീവനം. അങ്ങനെ ഒരു കപ്പൽ ഓടിക്കുന്നുണ്ട്. ആ കപ്പലിൽ കടലിൽ ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്ന പാവങ്ങളായ ആളുകളൊക്കെ കൂടി ഷെയർ എടുത്തിട്ട്, ഇത് ഒരാളുടെ ഒരു മുതലാളുടെ കപ്പലൊന്നുമല്ല, കുറേ മിസ്കീന്മാരായ ആളുകൾ, അവരാണ് ഈ കപ്പലിൻ്റെ ഉടമകൾ. അപ്പം അതാണ്, അവർ പാവങ്ങളാണ്. അപ്പം മിസ്കീൻ എന്ന് പറഞ്ഞാൽ തന്നെ വിശുദ്ധ ഖുർആനിൽ ഫുഖറാ, മസാക്കീൻ എന്നിങ്ങനെ വേർതിരിച്ച് പറയുന്നുണ്ട്. ഇന്നമസ് സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാക്കീൻ. തീർച്ചയായും സക്കാത്തിന് അർഹതപ്പെട്ടവർ ആര് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശേഷം 8 വിഭാഗത്തെ എണ്ണുമ്പോൾ ആദ്യം എണ്ണിയത് ഇന്നമസ് സദഖാതു ലിൽ ഫുഖറാഇ, ഫക്കീർമാർക്കാണ്. കാരണം അയാളടുത്ത് ഒന്നുമില്ല, ആണ് ഫക്കീർ, ആവശ്യക്കാരൻ, ഒരു ഗതിയില്ല, അതാണ് ഫക്കീർ. മിസ്കീൻ എന്ന് പറഞ്ഞാലോ അയാൾക്ക് ജോലിയും കാര്യവും ഗതിയൊക്കെ ഉണ്ട്, പക്ഷേ കിട്ടുന്നതുകൊണ്ട് അയാൾക്കോ കുടുംബത്തിനോ തികയൂല, അതാ മിസ്കീൻ. അതാണ് വ്യത്യാസം. ഫക്കീർ മിസ്കീൻ തമ്മിലുള്ള വ്യത്യാസമായിട്ട് എല്ലാവരും അംഗീകൃതമായ ഒരു വ്യത്യാസം പറയുന്നത് അതാണ്. ഫക്കീറിൻ്റെ കയ്യിൽ ഒന്നുമില്ല, മിസ്കീനാവട്ടെ അയാൾക്ക് തൊഴിലുണ്ട്, ജോലിയുണ്ട്, ശമ്പളമൊക്കെ ഉണ്ട്, പക്ഷേ എന്തുണ്ടായിട്ടെന്താ, അയാളുടെ കാര്യവും അയാളുടെ കുടുംബത്തിൻ്റെ കാര്യമൊന്നും നോക്കി നടത്താനുള്ളതൊന്നും അയാൾക്ക് കിട്ടണില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കും സക്കാത്തിന് അവകാശമുണ്ട്. അപ്പം ആ കൂട്ടത്തിൽ ഇവിടെ പറയണതാണ് മസാക്കീൻ. അവർ കുറേ, അപ്പോൾ ഒരാളുടെ കപ്പലല്ല എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്? ഖുർആൻ പറഞ്ഞു ഫക്കാനത്ത്, ആ കപ്പലായിരുന്നു ലി മസാക്കീനാണ്, കുറേ മിസ്കീന്മാരുടേതാണ്. എത്ര ആൾ കൂടി ഷെയർ കൂടിയിട്ടാണ് ഓഹരി എടുത്തിട്ടാണ് ഒരു കപ്പൽ വാങ്ങിയിട്ടുള്ളത് എന്നൊന്നും നമുക്കറിഞ്ഞൂടാ. എന്തായാലും പാവങ്ങളാണ്. അവരാണെങ്കിൽ യഅ്മലൂന ഫിൽ ബഹരി, കടലിൽ തൊഴിലെടുത്ത് ജീവിക്കുന്ന തൊഴിലാളികളാണ്, കടൽ തൊഴിലാളികളാണ്. അപ്പം ഈ പ്രദേശത്തുള്ള അവിടുത്തെ രാജാവിൻ്റെ പ്രത്യേകത എന്താണ്? ഈ രാജാവിന് നല്ല ഭംഗിയുള്ള കേടുപാടൊന്നുമില്ലാത്ത കപ്പൽ അധികം പാസ് ചെയ്തു പോയാൽ ഇയാളത് ബലമായി പിടിച്ചെടുക്കും. ഇതാണ് ആ രാജ്യത്തുള്ള രാജാവിൻ്റെ ഒരു ഹോബി. അപ്പം അത് ഖദർ അലൈഹിസ്സലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ആ രാജാവിൻ്റെ കണ്ണിൽ ഈ കപ്പൽ പെടുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം? അയാളുടെ കണ്ണെത്തുന്ന സ്ഥലത്ത് നിന്ന് ഈ കപ്പലിനൊരു കേടുപാടുണ്ടാക്കണം. അപ്പം അയാൾക്ക് മനസ്സിലാവും, ഇതെനിക്ക് പറ്റിയ കപ്പലല്ല, ഇത് ഒരു ഓട്ടക്കപ്പലാണ്, ഇത് വലിയ കാര്യമൊന്നുമില്ല. അപ്പം അയാൾ അത് പിടിച്ചെടുക്കൂല. അപ്പം ഈ മിസ്കീന്മാർക്ക് അവരുടെ കപ്പൽ എന്ത് ചെയ്യൂല? നഷ്ടപ്പെടൂല. അപ്പം അതുകൊണ്ട് വലിയൊരു ഷർറ് വരാൻ പോവുകയാണ്. എന്താണ്? നല്ല കപ്പൽ കണ്ട അയാൾ മുഴുവനും പിടിച്ചെടുക്കും. അപ്പം വലിയൊരു ഷെറിനെ തടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു ഷെറ് ചെയ്യാണ്. അല്ലെ, ഇപ്പോൾ ഒരാളെ കപ്പൽ കേടുവരുത്താൻ പാടുണ്ടോ? നല്ലൊരു കപ്പലിന് വല്ല പേടുണ്ടാക്കാൻ നമുക്ക് പാടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ ചെയ്തത് എന്തിനാ? ശേഷം വരാൻ പോകുന്ന വലിയ ഒരാപത്തുണ്ട്, ആ ആപത്തിനെ തടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു പ്രശ്നം ചെയ്യണം. അത് ഇസ്ലാമിലൊരു പൊതു തത്വമാണ്. വലിയ അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ചെറിയ അപകടങ്ങളൊക്കെ വരുത്തി വെക്കുക എന്നുള്ളത് അനുവദനീയമാണ് ഇസ്ലാമിൽ. ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷപ്പെടുത്തണം. ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അയാളുടെ കാലുമെന്നായിരിക്കും, കാലിൻ്റെ തുടയിൽ നിന്നാവും ചിലപ്പോൾ മാംസം മുറിച്ചെടുത്തിട്ട് അയാളുടെ ബോഡിയുടെ വേറെ ഭാഗത്തൊക്കെ ഫിറ്റ് ചെയ്യുന്നിരുന്നു. ഇപ്പം അങ്ങനെയല്ലേ ഓപ്പറേഷനുകളിലും ഡോക്ടർമാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ? ശരീരത്തിൻ്റെ വേറെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് നല്ല ഒരു കുഴപ്പമില്ലാത്ത ഞരമ്പോട് കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു മസിൽ അവിടുന്ന് ഒരു ഇറച്ചി എടുത്ത് മുറിച്ചെടുത്ത്, അല്ലെങ്കിൽ അവിടുന്ന് സ്കിന്നെടുത്ത് എന്ത് ചെയ്യും? ബോഡിയുടെ വേറെ ഭാഗത്തേക്കാണ് ഫിറ്റ് ചെയ്ത് അവിടെ ശരിയാക്കും. അപ്പം എന്താണ്? അവിടെ ഈ ഭാഗം, കേടില്ലാത്ത ഭാഗം അവിടെ കേടുവരുത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ബോഡി മൊത്തം രക്ഷപ്പെടാൻ വേണ്ടി. അതിനുള്ള ഒരു അടിസ്ഥാനപരമായ കാര്യം കൂടിയാണിത്. അപ്പം ഇവിടെ ഈ കപ്പലിനൊരു കുഴപ്പമില്ല, പക്ഷെ ആ കപ്പൽ അടർത്തിയെടുക്കാൻ അതിൻ്റെ ഒരു ഭാഗം. എന്തിനാ? ഭാവിയിൽ വരാൻ പോകുന്നത് വലിയ ഷർറാണ്, കപ്പലിനാണ് പോവും. അപ്പം കപ്പൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം ഇപ്പം കപ്പലിനൊരു കേടുപാട് വരുത്തിയതാണ്. ഇക്കാര്യം മൂസ അലൈഹിസ്സലാമിന് മനസ്സിലായില്ല, ഖദർ അലൈഹിസ്സലാമിന് മനസ്സിലായി. എന്താ കാരണം? ഖദർ അലൈഹിസ്സലാമിന് അള്ളാഹു അത് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാമിന് അള്ളാഹു ഈ വിവരം
അറിയിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാ സ്വാഭാവികമായും ചോദിച്ചത്? അതാരായാലും ചോദിച്ചു പോകും. യാതൊരു കുഴപ്പമില്ലാത്തൊരു കപ്പലിങ്ങനെ പോവുക, 5 പൈസ കൂലി പോലും വാങ്ങിയിട്ടില്ല, ഫ്രീ ആയിട്ടാണ് രണ്ടാളെ ഈ യാത്ര കൊണ്ടുപോകുന്നത്. എന്നിട്ട് കുറച്ചാണ്ട് എത്തിയിട്ട് ആ കപ്പൽ മുങ്ങിപ്പോകുന്ന നിലക്ക് അവിടെ കേടുപാടും വരുത്തുക. ആരായാലും ചോദിക്കൂലേ? ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ ചോദിക്കൂലേ? അവിടെ ചോദിച്ചു. അപ്പം അതിൻ്റെ രഹസ്യം പറഞ്ഞു കൊടുത്തു. ആ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് കാര്യം ബോധ്യമായി. ഇതുകൊണ്ടാണ് കപ്പൽ കേടുവരുത്താൻ കാരണം എന്ന് ആര് പറഞ്ഞു കൊടുക്കുകയാണ്? ഖദർ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കണം. അതാണ് ഫഅറത്തു, അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു, അൻ അഈബഹ, അതിനെ ന്യൂനതയുള്ളതാക്കാൻ, കേടുവരുത്തുവാൻ. കാരണം വക്കാന വറാഅഹും, അവരുടെ പിന്നിൽ വരുന്നുണ്ട്, മലിക്കുൻ, ഒരു രാജാവ്, യഖുദു, അയാൾ പിടിച്ചെടുക്കുന്നുണ്ട്, കുല്ല സഫീനത്തിൻ, എല്ലാ കപ്പലും. എല്ലാ കപ്പലും എന്ന് പറയുമ്പോൾ ഗസ്ബൻ, അതയാൾ പിടിച്ച് ബലമായി പിടിച്ചെടുക്കണത്. ഗസബ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? തട്ടിപ്പറിച്ചെടുക്കുക, കവർന്നെടുക്കുക, അന്യായമായ ഒരാളിൽ നിന്ന് ബലമായി പിടിച്ചെടുക്കുന്നതിനാണ് എന്ത് പറയാ? ഗസബ എന്ന് പറയാ. അപ്പം ആ നിലക്ക് അയാൾ അന്യായമായി പിടിച്ചെടുക്കുന്നയാളാണ്. അപ്പം എല്ലാ കപ്പലും അയാൾ പിടിച്ചെടുക്കുമോ? എല്ലാ കപ്പലും പിടിച്ചെടുക്കൂല. കുല്ല സഫീനത്തിൻ സാലിഹത്തിൻ, എല്ലാ നല്ല കപ്പലും അയാൾ പിടിച്ചെടുക്കും. കേടില്ലാത്ത കപ്പൽ കടന്നു പോവുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യൂല? അല്ല, കേടുള്ള കപ്പൽ കടന്നു പോവുകയാണെങ്കിൽ അയാൾ പിടിച്ചെടുക്കൂല. അത് നമുക്ക് മനസ്സിലായത് എങ്ങനെയാണ്? ഇവിടെ ഖദർ അലൈഹിസ്സലാമിൻ്റെ വാക്ക് നമുക്കത് മനസ്സിലാക്കി തരുന്നു. എല്ലാ കപ്പലും പിടിക്കൂലാന്ന്. എങ്ങനെ മനസ്സിലായത്? ഫഅറത്തു അൻ അഈബഹാന്ന് ആര് പറഞ്ഞു? ഖദർ അലൈഹിസ്സലാം പറഞ്ഞു, ഞാനതിനെ കേടുപാട് വരുത്തുവാൻ ഉദ്ദേശിച്ചു. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? കേടുപാട് വരുത്തിയാൽ അയാൾ പിടിക്കൂല. കേടുപാടില്ലാത്തതാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ബലമായി കവർന്നെടുക്കും. ഇതാണ് ഒന്നാമത്തെ പ്രശ്നത്തിൻ്റെ പൊരുൾ എന്ന് ഖദർ അലൈഹിസ്സലാം മൂസ നബി അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെ കേസ്, വഅമ്മൽ ഗുലാമു, എന്നാൽ ആ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി. ഏത് കുട്ടി? ഏതാ കുട്ടി? ഒരു കുട്ടിനെ കണ്ടോ, കുട്ടികളെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിനെ കണ്ടപ്പോൾ കൊന്നില്ലേ? അപ്പോൾ ചോദിച്ചല്ലോ, എന്ത് പണി ഞങ്ങൾ ചെയ്തത്? ഒരു തെറ്റും കൂടാത്തൊരു നല്ലൊരു പാവം കുട്ടി നിങ്ങൾ കൊന്നില്ലേ? ഇത് ചെയ്യാൻ പാടുണ്ടോ? അപ്പോൾ അതിൻ്റെ കാരണം പറഞ്ഞു കൊടുക്കുകയാണ്. വഅമ്മൽ ഗുലാം, എന്നാൽ ആ കുട്ടി, ആ കുട്ടിയുടെ കാര്യം അതെന്താ? അത് പറയാനുണ്ട്. ഫകാന അബവാഹു, അവൻ്റെ മാതാപിതാക്കളായിരുന്നു. ഫകാന അബവാഹു, അബവാഹു ആ കുട്ടിയുടെ മാതാപിതാക്കൾ. ഇവിടെ അബവാഹു എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മാതാപിതാക്കളായിരുന്നു. മുഅ്മിനൈനി, രണ്ടാളും നല്ല മുഅ്മിനീങ്ങളായിരുന്നു. പക്ഷെ ഈ കുട്ടി കാഫിറാണ്. ഈ കുട്ടി കാഫിറാണ്. ഇനി വളർന്ന് വലുതായി വന്നാലും ഈ കുട്ടി തനി തമ്മാടിയാവും. കുഫറിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അവൻ കാണിക്കുന്നുമുണ്ട്. ഭാവി ജീവിതം അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ആരാ തീരുമാനിക്കുന്നത്? അള്ളാഹ് അറിയിച്ചു കൊടുക്കല്ലേ. അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടല്ലേ ഇപ്പോൾ ഇതൊക്കെ. അപ്പോൾ ഫകാന അബവാഹു, ആ കുട്ടിയുടെ മാതാപിതാക്കളായിരുന്നു മുഅ്മിനൈനി. കുട്ടിയുടെ മാതാപിതാക്കൾ ആരാണ്? മുഅ്മിനൈനി, രണ്ടാളും ആരാണ്? മുഅ്മിനീങ്ങളാണ്, നല്ല സത്യവിശ്വാസികളായിരുന്നു. ഫഖശീന, അപ്പോൾ നാം ഭയപ്പെട്ടു. ഖശിയ, ഭയപ്പെട്ടു. ഫഖശീന, അപ്പോൾ നാം ഭയപ്പെട്ടു. അദ്ദേഹം പറയണ, ഖദർ അലൈഹിസ്സലാം പറയണ, അപ്പോൾ നാം ഭയപ്പെട്ടു. ഐ യുർഹിഖഹുമാ, അവരെ രണ്ടാളെയും ഈ കുട്ടി അപകടത്തിൽപ്പെടുത്തുമെന്ന്, നശിപ്പിച്ചു കളയുമെന്ന്. അർഹഖ യുർഹിഖു, അപകടത്തിലാക്കി, നശിപ്പിച്ചു കളഞ്ഞു, പഴപ്പിച്ചു കളഞ്ഞു, കുഴപ്പത്തിലാക്കി എന്നുള്ളതിനൊക്കെ എന്ത് പ്രയോഗിക്കുന്നത്? അർഹഖ. ഫഖശീന, അപ്പോൾ നാം ഭയപ്പെട്ടു. ഐ യുർഹിഖഹുമാ, ആ രണ്ട് മാതാപിതാക്കളെയും ഈ കുട്ടി വിഷമിപ്പിക്കും, ഈ കുട്ടി ബുദ്ധിമുട്ടിക്കും. ഏതെല്ലാം വിധത്തിൽ? തുഗ്യാനൻ, ധിക്കാരത്താലും,
തുഗയാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിക്രമം, ധിക്കാരം എന്നൊക്കെ അർത്ഥം. ത്വഗ ഖുർആനിൽ കാണാം. ഫഅമ്മാമൻ ത്വഗ, ത്വഗ എന്ന് പറഞ്ഞാൽ എന്താ? അതിക്രമം കാണിച്ചു, അതിര് കവിഞ്ഞു. അതാണ് തുഗയാൻ. തുഗയാനൻ അതിക്രമത്താലും വ കുഫ്രൻ സത്യനിഷേധത്താലും. ഇവൻ വളർന്നു വന്നാൽ ഇവൻ കാഫിറിൻ്റെ വലിയ ടോപ്പ് ലീഡറായിരിക്കും. എന്നിട്ട് അവൻ്റെ ഉമ്മാനി ഉപ്പാനിയൊക്കെ അവൻ കുഫറിലേക്ക് കൊണ്ടുപോകും. ഉമ്മയിപ്പൊക്കെ അതിലേക്ക് പോവുകയും ചെയ്യും. കാരണം അത് എന്തോ ആ കുട്ടിനോടുള്ളൊരു വല്ലാത്ത മഹബത്ത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാന്ദർഭികമായ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഒക്കെ ഈ ചെക്കൻ പറയുന്നത് കേട്ടിട്ട് ഉമ്മയും ബാപ്പി എന്തിലേക്ക് പോകും? കുഫറിലേക്ക് പോകും. അതാണിപ്പോൾ അവരുടെ അവസ്ഥ. ഇപ്പം എങ്ങനെ ഒരു മനുഷ്യൻ മനസ്സിലായി? അള്ളാഹ് അറിയിച്ചു കൊടുക്കുന്നുണ്ട്, അള്ളാഹ് അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കുട്ടി ഇവിടെ ജീവിച്ചിരിക്കാൻ പാടില്ല. അതാണ് പ്രശ്നം. മനസ്സിലായോ? വിഷയം മനസ്സിലായോ? വഅമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖശീനാ അൻ യുർഹിഖഹുമാ തുഗ്യാനം വകുഫ്റാ. തുഗ്യാൻ കൊണ്ടും കുഫർ കൊണ്ടുമൊക്കെ ഈ രണ്ട് മാതാപിതാക്കളെയും ഇവൻ ബുദ്ധിമുട്ടിക്കും എന്ന് നാം ഭയപ്പെട്ടു. അതുകൊണ്ട് ഫഅറദ്നാ, നാം ഉദ്ദേശിച്ചു. ഉണ്ടോ? നേരത്തെ പറഞ്ഞ അറത്തുല്ലേ, അറത്തു ഒരാൾ പറയുമ്പോൾ അല്ലെങ്കിൽ അറദ്ന, ഇപ്പം അദ്ദേഹം തന്നെ പറയണു ഫഅറദ്ന. അവിടെ അറത്ന എന്നല്ല പറയാം, അറദ്ന എന്ന് കേൾക്കും. കാരണം ദാലിൻ്റെ ശേഷം താവ് വരുന്നതുകൊണ്ടാണ് നേരത്തെ നമ്മൾ അതിൽ ഇദ്ഗാമ് ചെയ്ത് ചേർത്ത് ഇരട്ടിപ്പിച്ച് വായിച്ചത്. ഇവിടെ അങ്ങനെ ഇരട്ടിപ്പിച്ച് വായിക്കാൻ പറ്റൂല, കാരണം നൂനാണ്. അതുകൊണ്ട് നമ്മൾ എന്താ വായിക്കുന്നത്? ഫഅറദ്ന. അപ്പോൾ നാം ഉദ്ദേശിച്ചു അൻ യുബ്ദിലഹുമാ, അവർക്ക് രണ്ടാൾക്കും പകരം കൊടുക്കട്ടെ എന്ന്. അബ്ദല യുബ്ദിലു. എന്താ അബ്ദല എന്ന് പറഞ്ഞാൽ? ബദല് കൊടുത്തു. എന്താ ബദല് എന്ന് പറഞ്ഞാൽ? പകരം. ഫഅറദ്ന, അപ്പോൾ നാം ഉദ്ദേശിച്ചു അൻ യുബ്ദിലഹുമാ, അവർക്ക് രണ്ടാൾക്കും പകരം കൊടുക്കാൻ, ആ രണ്ട് മാതാപിതാക്കൾക്കും പകരം കൊടുക്കാൻ. അബ്ദല യുബ്ദിലു, അവർക്ക് അല്ലാഹു പകരം കൊടുക്കണം. റബ്ബുഹുമാ, അവരുടെ രണ്ടാളുടെയും റബ്ബ്, ആ രണ്ട് മാതാപിതാക്കളുടെയും റബ്ബായ അല്ലാഹു അവർക്ക് പകരം കൊടുക്കാൻ വേണ്ടി നാം ഉദ്ദേശിച്ചു. എന്താ പകരം കൊടുക്കേണ്ടത്? ഖൈറം മിൻഹു, ഈ കുട്ടിയേക്കാൾ ഖൈറായ ഒരു കുട്ടിയെ. ഖൈറം മിൻഹു, ഇവനേക്കാൾ ഉത്തമമായവനെ. ഏതെല്ലാം കാര്യത്തിൽ ഇനി വരാൻ പോകുന്ന കുട്ടി ഉത്തമനായിരിക്കും? സക്കാ, വിശുദ്ധിയിൽ. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശം? അവിടെ നമ്മൾ സക്കാത്തല്ല, അതിൻ്റെ ഭാഷാർത്ഥമാണ് ഇവിടെ ഉദ്ദേശം. സക്കാത്ത് എന്നുള്ള പദത്തിനുള്ള ഭാഷാർത്ഥം എന്താണ്? വിശുദ്ധി എന്നാണ്. കാരണം നമ്മൾ സക്കാത്ത് കൊടുക്കുന്നതിലൂടെ രണ്ട് മേഖല ശുദ്ധമാകുന്നുണ്ട്. ഒന്ന് കൊടുക്കുന്നവൻ്റെ ഖൽബ് ശുദ്ധിയാണെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സക്കാത്ത് കൊടുക്കുന്നതിലൂടെ കൊടുക്കുന്നവൻ്റെ ഹൃദയം ശുദ്ധമാകും. രണ്ടാമത്തത് അയാളുടെ മുതലും ശുദ്ധമാകും. കാരണം അയാൾക്ക് അവകാശപ്പെട്ടതല്ലാത്ത ആരാൻ്റെ മറ്റുള്ളവരുടെ മുതൽ ആണ് സക്കാത്തിൻ്റെ മുതൽ. അത് തൻ്റെ മുതലിൽ കലർന്നാൽ അത് അയാളുടെ ധനമല്ലാത്തത് കൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? മാലിന്യമാണ്. അപ്പം ആ മാലിന്യത്തെ അയാൾക്ക് ശുദ്ധിയാക്കുന്നത് എങ്ങനെയാണ്? അത് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നതോടുകൂടി അയാളുടെ മുതലും ക്ലീനായി. പിന്നെ മനസ്സിൽ കുടികൊള്ളുന്ന കുറേ മാലിന്യങ്ങളുണ്ട്. പിശുക്ക്, സ്വാർത്ഥത, പിന്നെ അഹങ്കാരം, പാവങ്ങളോടുള്ള അനുകമ്പയില്ലായ്മ, താൻ പോരിമ, ഇത് രൂപത്തിലുള്ള ഒരുപാട് രോഗങ്ങളുണ്ടാവും. ആ രോഗങ്ങളൊക്കെയാണ് ശിഫയാകും, ശുദ്ധമാകും സക്കാത്താണ് കൊടുക്കുമ്പോൾ, മനസ്സറിഞ്ഞ് സക്കാത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സക്കാത്ത് എന്നുള്ള പദത്തിൽ തന്നെയും അതിലെ ഭാഷാർത്ഥം തന്നെയും വിശുദ്ധിയെ അത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? ഈ മാതാപിതാക്കൾക്ക് ഈ കുട്ടി വേണ്ട, ഈ കുട്ടി ഉണ്ടായ മാതാപിതാക്കൾ നശിക്കും. ഈ മാതാപിതാക്കൾ കൂടി ഈ കുട്ടി കാരണം എന്തിലേക്ക് പോകും? കുഫറിലേക്ക് പോകും, തെമ്മാടിത്തത്തിലേക്ക് പോകും. അവർ കാഫറുകളായി മാറും, അവർ നരകാവകാശികളായി മാറും. അതുകൊണ്ട് അള്ളാഹു അവർക്ക് പകരം കൊടുക്കട്ടെ, ഈ കുട്ടിക്ക് പകരം. ഖൈറം മിൻഹു, ഇവനേക്കാൾ ഉത്തമമായവനെ. സക്കാ, വിശുദ്ധിയാലും. വ അഖ്റബ റുഹ്മ, അഖ്റബ ഏറ്റവും അടുത്തവൻ. അഖ്റബ് ഏറ്റവും അടുത്തവൻ. എങ്ങനെ? റുഹ്മൻ, റുഹ്മൻ രക്തബന്ധം ചേർക്കുന്നതിൽ.
കുടുംബബന്ധം ചേർക്കുന്നതിൽ ഈ മാതാപിതാക്കളോട് ഏറ്റവും കൂടുതൽ സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ കാണിച്ച് ആ കുടുംബബന്ധം ചേർക്കുന്നതിൽ ഏറ്റവും അടുപ്പമുള്ളവനായ ഒരാളെ അള്ളാഹ് പകരം കൊടുക്കട്ടെ എന്ന് നമ്മൾ എന്ത് ചെയ്തു? ഉദ്ദേശിച്ചു. അങ്ങനെ നമുക്ക് ചരിത്രത്തിൽ കാണാം, ഈ കുട്ടിയുടെ വധത്തിൻ്റെ ശേഷം ആ സമയത്ത് അവരുടെ ഭാര്യ ഗർഭിണിയായിരുന്നുവെന്നും ഉത്തമനായ നല്ലൊരു സന്താനമായിരുന്നു പിന്നീട് അവർക്കുണ്ടായത് എന്നൊക്കെ തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായിരുന്നാലും ഈ കുട്ടിയെ കൊല ചെയ്യേണ്ടി വന്നു. കുട്ടിയെ കൊല ചെയ്യാനുണ്ടായ കാരണം അത് ഈ ഒരു കാരണത്താലാണ്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ മുറിച്ചു നീക്കൽ ചിലപ്പോൾ ആവശ്യമായി വരും. എന്തിന്? സമൂഹത്തിൻ്റെ തന്നെ മൊത്തത്തിലുള്ള സുരക്ഷയ്ക്ക് വേണ്ടി. നമ്മുടെ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഇവിടെയും നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ബോഡിയിൽ ഒരു ഭാഗം കുഴപ്പത്തിലായി, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആ ഭാഗം മുറിച്ചു നീക്കണമെന്ന് വിധി എഴുതും ചിലപ്പോൾ ഡോക്ടർമാർ. ആ ഭാഗം മുറിച്ചു നീക്കുന്നത് എന്തിനാ? ബോഡി മൊത്തം രക്ഷപ്പെടാനാ. അതവിടെ നിന്നാൽ ബോഡി മുഴുവൻ ചിലപ്പോൾ അപകടത്തിലാവും. ഇതാണ് പോയാൽ ബാക്കിയുള്ള ബോഡി എന്ത് ചെയ്യും? രക്ഷപ്പെടും. അങ്ങനെയുള്ള തത്വം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം ഈ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കുട്ടി മുഖേന ആ മാതാപിതാക്കൾ മുഴുവൻ നരകത്ത് പോകുന്നൊരവസ്ഥയിലേക്കാണ് വരാൻ പോകുന്നത്. ഇതാണ് മുറിച്ച് നീക്കുക. അപ്പോൾ ബാക്കിയുള്ളത് രക്ഷപ്പെടും, പകരം അല്ലാഹു വേറെ കൊടുക്കും. അതാണ് ആ കുട്ടിയെ കൊല്ല ചെയ്യാനുണ്ടായ കാരണം എന്നാണ് രണ്ടാമത്തെ ഈ വിഷയത്തിൽ ആര് പറയുന്നത്? ഖദർ അലൈഹിസ്സലാം മൂസാ അലൈഹിസ്സലാമിനോട് പറയുന്നത്. ഇനി അടുത്ത കേസ് എന്താണ്? അമ്മൽ ജിദാറു, എന്നാൽ ആ മതിലിൻ്റെ വിഷയം. അൽ ജിദാർ, ഒരു മതില്. ഇവരൊരു സ്ഥലത്തെത്തിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ആ നാട്ടുകാരോട് എരന്നു, ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്, ആഹാരം തരുമോ എന്ന് ചോദിച്ചു. ഫഅബൗ, ഒരാഹാരം തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തെ അവർ അംഗീകരിച്ചില്ല, ഭക്ഷണം കൊടുത്തില്ല. ഫഅബൗ അയ്യുദയ്യിഫൂഹുമാ. അങ്ങനെ ഇരിക്കെയാണ് ആ നാട്ടിലൊരു മതിലിങ്ങനെ പൊളിഞ്ഞ് വീഴാൻ നിൽക്കുകയാണ്. വീഴാൻ നിൽക്കുന്ന മതിൽ കണ്ടപ്പോൾ എന്ത് ചെയ്തു? മഹാനായ ഖദർ അലൈഹിസ്സലാം ഒരു നേരെ പണിയെടുത്തു കൊടുത്ത് നല്ലൊരു എടുപ്പാക്കി നല്ലൊരു മതിലാക്കിയിട്ട് പുത്തൻ മതിലാക്കി കൊടുത്തു. അല്ലെങ്കിൽ അത് വീണ് പോകേണ്ടതാണ്. അപ്പം തന്നെ മൂസാ നബിക്ക് വിഷമായി. കാരണം 5 പൈസക്ക് സഹായം ഉണ്ടായില്ല. ഏത് നാട്ടുകാരും ഉണ്ടാവും, വിശക്കണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരും. അതുപോലും തരാത്ത ഇത്ര വലിയ ബഹീലുകളായ പിശുക്കരായ ഒരു നാട്ടുകാർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് പണിയെടുത്ത് കൊടുക്കുക. എന്നിട്ട് കൂലി വാങ്ങിക്കൂടായിരുന്നില്ലേ? ആ കൂലി കൊണ്ട് നമുക്ക് വല്ല ഫുഡും വാങ്ങി കഴിച്ചുകൂടായിരുന്നില്ലേ എന്നാണ് ആരുടെ ചോദ്യം? മൂസാ അലൈഹിസ്സലാമിൻ്റെ ചോദ്യം. കാരണം അത്രയും മനസ്സിലേക്ക് വല്ലാതെ തികട്ടുന്ന പ്രശ്നങ്ങളാണ് ഈ വരുന്നതൊക്കെ. ചോയ്ക്കൂല എന്നൊക്കെ ആദ്യം പറഞ്ഞതൊക്കെ മറക്കാണ്. കാരണം അതിനേക്കാൾ വലിയ പ്രശ്നം അടുത്തത് വരുന്നത്. അപ്പം അങ്ങനെ ചോദിച്ചു. അപ്പം അതിൻ്റെ കാരണമാണ് പറയുന്നത്. ഫ്രീ ആയിട്ട് എന്തേ മതിൽ പണി എടുത്തു കൊടുക്കാൻ കാരണം? അത് നിങ്ങൾക്കറിയാത്തൊരു കാരണമുണ്ട്. ഖദർ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ് മൂസാ അലൈഹിസ്സലാമിനോട്, വഅമ്മൽ ജിദാറു, എന്നാൽ ആ മതിലിൻ്റെ കാര്യം. ആ മതിൽ ആരുടേതായിരുന്നു? ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന. ആ മതിലിൻ്റെ ഉടമാവകാശികളാരാ? ഫക്കാന, ആ മതിലായിരുന്നു ലിഗുലാമൈനി, 2 കുട്ടികളുടേതായിരുന്നു. 2 കുട്ടികളുടെ സ്ഥലത്താണ് ആ മതിൽ നിൽക്കുന്നത്. മൈനർമാരാണ്, മേജറായിട്ടില്ല, 2 മൈനർമാരായ ചെറിയ കുട്ടികളാണ്. യതീമൈനി, 2ഉം അനാഥ മക്കളാണ്. വാപ്പയൊക്കെ മരിച്ചുപോയാണ്, വാപ്പയൊന്നുമില്ല. അപ്പം അങ്ങനത്തെ അനാഥ കുട്ടികളുടേതാണ്, ഉടമസ്ഥതയിലുള്ളതാണ് ആ മതില്. ഫിൽ മദീന, ആ രാജ്യത്ത്. അപ്പം മദീന എന്നിവിടെ പ്രയോഗിച്ചത് ഖറിയത്തിനെ കുറിച്ചാണ്. അപ്പം ഖറിയത്തിന്, ഒരു ഗ്രാമത്തിനും എന്ത് പ്രയോഗിക്കും? വലിയ സിറ്റിയൊന്നും അല്ലാത്ത ഒരു ഗ്രാമത്തിനും എന്ത് പ്രയോഗിക്കും? ഖറിയ അല്ല മദീന എന്ന് പ്രയോഗിക്കും. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നെ കാരണം എങ്ങനെ മനസ്സിലായത്? ഹത്താ ഇദാ അതയാ, ഈ പ്രശ്നം പറഞ്ഞപ്പോൾ അള്ളാഹ് എന്താ പറഞ്ഞത്? ഹത്താ ഇദാ അതയാ അഹ്ല മദീനത്തിൻ എന്ന് പറഞ്ഞത് അഹ്ല ഖറിയത്തിൻ. അവരൊരു ഗ്രാമത്തിലേക്ക് ചെന്നു. ആ ഗ്രാമത്തിലേക്ക് ചെന്നപ്പോൾ ആ ഗ്രാമവാസികളോട് ഇവർ എന്ത് ഭക്ഷണം ചോദിച്ചു, അപ്പോൾ കിട്ടിയില്ല. അതിനെക്കുറിച്ച് തന്നെയാണ് ഈ പറയണത്. ആ മതില്, ആ ഗ്രാമത്തിലെ വടമൽ മദീന, ആ മദീനയിലെ, ആ നഗരത്തിലെ, അല്ലെങ്കിൽ ആ സിറ്റിയിലെ, അല്ലെങ്കിൽ ആ ഗ്രാമത്തിലെ
2 അനാഥ കുട്ടികളുടെ ഉടമാവകാശത്തിലുള്ളതായിരുന്നു ഈ മതിൽ. അപ്പം ഈ മതിലിനൊരു പ്രത്യേകത ഉണ്ട്. അതാർക്കും മനസ്സിലായിട്ടില്ല, മനസ്സിലാവില്ല. അത് അള്ളാഹ് അറിയിച്ചു കൊടുത്താൽ തന്നെ മനസ്സിലാവുള്ളൂ. എന്താണ് പ്രത്യേകത? സാധാരണ നോർമൽ മതിലാണ് കാണുമ്പോൾ, പക്ഷെ അതിനൊരു പ്രത്യേകത ഉണ്ട്. അതെന്താ? വകാന തഹ്തഹു, ആ മതിലിൻ്റെ താഴെ ഉണ്ടായിരുന്നു, ആ മതിലിൻ്റെ താഴെ ഉണ്ടായിരുന്നു കൻസുൻ, നിധി. മതിലിൻ്റെ താഴെ നിധിയുണ്ട്. കെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിധി. വിശുദ്ധ ഖുർആനിൽ കാണാം, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയുമൊക്കെ നിധിയാക്കി കൂമ്പാരമാക്കി വെക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ധാരാളമായി പഠിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന വചനങ്ങളാണ്. അപ്പോൾ കൻസുല്ലഹുമാ, ആ 2 കുട്ടികൾക്ക് അവകാശപ്പെട്ട നിധി ഈ മതിലിൻ്റെ അടിയിലുണ്ട്. ഈ 2 കുട്ടികൾക്കും അവകാശപ്പെട്ട സ്വത്ത് ഈ മതിലിൻ്റെ അടിയിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടെന്താ? വകാന അബൂഹുമാ സാലിഹ, ഈ മക്കളുടെ 2 പിതാവ് സാലിഹൻ, ഒരു സാലിഹായ മനുഷ്യനായിരുന്നു. അപ്പം മരിച്ചുപോയി, യതീമല്ലപ്പോ. അപ്പം ഈ കുട്ടികളുടെ വാപ്പ ഒരു സാലിഹായ മനുഷ്യനായിരുന്നു. വകാന അബൂഹുമാ, ഈ 2 യതീം കുട്ടികളുടെയും ബാപ്പയായിരുന്നു സാലിഹൻ, ഒരു സദ്വൃത്തനായ നല്ല മനുഷ്യനായിരുന്നു. ഫഅറാദ റബ്ബുക, അപ്പോൾ നിന്റെ റബ്ബ് ഉദ്ദേശിച്ചു. ഫഅറാദ റബ്ബുക, അപ്പോൾ നിന്റെ റബ്ബ് ഉദ്ദേശിച്ചു. എന്താ ഉദ്ദേശിച്ചത്? അയ്യബ്ലുഗാ, അവർ 2 എത്തിച്ചേരട്ടെ എന്ന്. അയ്യബ്ലുഗാ, അവർ 2, ആ 2 കുട്ടികളും എത്തിച്ചേരട്ടെ. ബലഗ യബ്ലുഗു, ബുലൂഗ് എന്ന് പറയും പ്രായപൂർത്തിക്ക്. ബുലൂഗാവുക, ഒരു കുട്ടി ബുലൂഗായാൽ എന്നൊക്കെ പറഞ്ഞാൽ പ്രായപൂർത്തിയായാൽ, ആണായാലും പെണ്ണായാലും ഒക്കെ. അപ്പോൾ ബലഗ എന്ന് പറഞ്ഞാൽ അതിന് നിശ്ചയിക്കപ്പെട്ട പ്രായമുണ്ട്, ആ പ്രായം എത്തുക എന്നുള്ളതാണ്. അപ്പം നിന്റെ റബ്ബ് ഉദ്ദേശിച്ചു അയ്യബ്ലുഗ, ആ 2 മക്കളും എത്തിച്ചേരണമെന്ന്. അശുദ്ധഹുമാ, അവരുടെ ശക്തിയുള്ള പ്രായം. അശുദ്ധഹുമാ, അവരുടെ ശക്തിയുള്ള പ്രായം. മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നുണ്ട് 40 വയസ്സാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. കാരണം ഖുർആൻ പലപ്പോഴും ഇങ്ങനെ ഒരു നല്ല ശക്തിയുടെ, ഏറ്റവും നല്ല ബുദ്ധിയുടെ, യോഗ്യതയുടെയൊക്കെ പ്രായം പറയുമ്പോൾ എത്ര പറയാറുള്ളത്? 40 40 ഒരു മനുഷ്യന് ഏകദേശം നല്ലൊരു പക്വത പൂർത്തിയാകുന്ന കാലം. അതിൻ്റെ ഇടയിൽ പല പ്രായമൊക്കെ, പല കളിയും അതുപോലെ തന്നെ പക്വത കുറവൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന് പക്വതയിലെത്തുന്നൊരു മനുഷ്യൻ, ഏതൊരു മനുഷ്യനും പക്വത പൂർണ്ണമാകുന്നൊരു പ്രായമാണ് അവൻ്റെ 40. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് തരേണ്ടത് 40-ാമത്തെ വയസ്സിലാണ്. അങ്ങനെ 40-ൻ്റെ പല പ്രത്യേകതകളും നമുക്കിങ്ങനെ, അത് പല എണ്ണങ്ങളിലും വന്നതൊക്കെ നമുക്ക് ഖുർആനിലും അതുപോലെ തന്നെ ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും. ആവട്ടെ, അപ്പോൾ ഇനി അതല്ല പിന്നെ വിവേകത്തിൻ്റെ ഒരു പ്രായമാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഒരാൾ സ്വത്ത് ഒരാൾക്ക് കിട്ടിയാൽ ആ സ്വത്ത് കൈകാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പക്വത വേണം. ആ പക്വതയാണ് ഉദ്ദേശിച്ചത് എന്ന് വ്യാഖ്യാനിച്ചവരും ഉണ്ട്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് സൂറത്തുൻ നിസായിൽ കാണാൻ സാധിക്കും, അനാഥ കുട്ടികളുടെ സമ്പത്ത് നിങ്ങൾ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ അവരെ പരീക്ഷിക്കണം. അതായത് ഇപ്പോൾ ബാപ്പ മരിച്ചുപോയി, കുട്ടികൾ മൈനറാണ്, സ്വത്ത് അവർക്ക് ഇപ്പോൾ ഓഹരി കൊടുത്ത് വെക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ മൈനറായ കുട്ടികളുടെ സ്വത്ത് ആ കുട്ടികളുടെ ഇപ്പോഴത്തെ രക്ഷാധികാരികൾ എന്നാൽ എൻ്റെ മുതലല്ലേ, എൻ്റെ വാപ്പൻ്റെ മുതലായിട്ട് എനിക്ക് കിട്ടാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികൾക്കാണ് കൊടുത്താൽ, ഈ കുട്ടികൾ വിവേകമില്ലാതെ ഈ മുതൽ കൈകാര്യം ചെയ്താൽ അതങ്ങ് ഇല്ലാതാവുക ചെയ്യുക അല്ലേ. കുട്ടികൾ കൈകാര്യം ചെയ്യാൻ അറിയാത്ത കുട്ടികളുടെ കയ്യിൽ ഭൂമിയും കാശും ഫണ്ടൊക്കെ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ആ കുട്ടികളെ നശിപ്പിക്കൂലേ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? വബ്തലുൽ യതാമ, അനാഥ കുട്ടികളെ നിങ്ങൾ പരീക്ഷിച്ചറിയണം എന്നാണ് അള്ളാഹ് പറയുന്നത്. പരീക്ഷിച്ചറിയണം. കുട്ടിക്ക് പൈസ കൊടുത്തു വെക്കുക, അവനെന്താ അതുകൊണ്ട് ചെയ്യുന്നത്? അങ്ങനെയൊക്കെ അവിടെ ഖുർആൻ എത്ര വളരെ മനോഹരമായിട്ടാണ് റഹ്മാനായ റബ്ബ് മനഃശാസ്ത്രപരമായ മാനസികമായ വളർച്ച പരിശോധിക്കാനാണ് പറയുന്നത്. പിന്നെ പക്വത ആയിട്ടുണ്ടോ? അങ്ങനെ ആ മുതൽ നോക്കുന്ന എളാപ്പയെ മൂത്താപ്പയെ ബന്ധപ്പെട്ട ആരാണെങ്കിൽ ഈ കുട്ടിക്ക് മുതലാണ് കൊടുക്കുന്നതിൻ്റെ മുമ്പ് പ്രായം തികഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ മുതൽ കൈകാര്യം ചെയ്യാനുള്ള പക്വത എത്തിയിട്ടുണ്ടോ എന്ന് പരീക്ഷിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. വബ്തലുൽ യതാമ,
അങ്ങനെ അതിന് ഫഇൻ ആനസ്തും മിൻഹും റുഷ്ദൻ ഫദ്ഫഉ ഇലൈഹിം അംവാലഹും എന്നാണ് അല്ലാഹു പറയുന്നത്. ഫഇൻ ആനസ്തും മിൻഹും, അങ്ങനെ നിങ്ങൾക്ക് പരീക്ഷിച്ചപ്പോൾ ആ മക്കളിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി, റുഷ്ദൻ, തൻ്റെ ഇടമുള്ള കുട്ടിയായിട്ടുണ്ട്, വിവേകമുള്ള മോനാണ്, ഇവൻ്റെ അടുത്ത് കൊടുക്കാം, ധൈര്യമായിട്ട് ഏൽപ്പിക്കാം, ഇവനിത് പൈസ വെറുതെ കളയൂല, ഇവൻ പക്വതയോടെ ഉപയോഗപ്പെടുത്തും എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ മാത്രം നിങ്ങൾ ആ കുട്ടികൾക്ക് എന്ത് ചെയ്യണം? അവരുടെ മുതൽ ഏൽപ്പിച്ചു കൊടുക്കണം എന്നാണ്. ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താൻ കാരണം, ഇവിടെ പറയുന്നത് എന്താണ്? നിന്റെ റബ്ബ് ഉദ്ദേശിച്ചു അയ്യബുലുഹാ, ആ രണ്ട് മക്കളും പ്രായം തികഞ്ഞു പക്വതയിൽ എത്തിച്ചേരട്ടെ എന്ന്. ആ കാലത്ത് മതി എന്ത്? വയസ്തഖ്രിജ, ഒരു പ്രായവുമാകട്ടെ, പക്വതയുള്ള പ്രായത്തിൽ എത്തിച്ചേരട്ടെ എന്ന് അള്ളാഹു ഉദ്ദേശിച്ചു. തീർന്നില്ല, ആ കാലം എത്തുമ്പോൾ അവരെന്ത് ചെയ്തോളും? വയസ്തഖ്രിജ, അവർ രണ്ടാളും പുറത്തേക്കെടുത്തോളും. ഇസ്തഖറജ എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തേക്കെടുത്തു. ഇസ്തഖറജ യസ്തഖ്രിജു, ഇസ്തഖറജ യസ്തഖ്രിജു, വയസ്തഖ്രിജ, അവർ രണ്ടാളും പുറത്തെടുക്കുകയും ചെയ്തോളും. കൻസഹുമാ, അവർക്ക് രണ്ടാൾക്കും അവകാശപ്പെട്ട നിധി, ആ രണ്ട് മക്കൾക്ക് അവകാശപ്പെട്ട നിധി അവർ പ്രായവും പക്വതൊക്കെ തികയുന്ന കാലത്ത് അവരെന്ത് ചെയ്തോളൂ? അതിൽ നിന്ന് എടുത്തോളും. അപ്പൊ ഇപ്പോഴും അപ്പൊ എന്താ പ്രശ്നം? എന്താ? മതിലിപ്പണ് വീണാൽ, മതില് വീഴാനായിട്ട് നിൽക്കുകയാണ്. ഇത് വീണാ എന്താ സംഭവിക്കുക? ഇതിന്റെ അടിയിലുള്ള കെൻസ് പുറത്തേക്ക് വരും. സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള കെൻസ് എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നാൽ പിന്നെ നാട്ടുകാർ കാണും, അവരത് എടുത്തുകൊണ്ടുപോകും. ഈ അനാഥ കുട്ടികൾക്ക് അവകാശപ്പെട്ട മുതൽ കിട്ടൂല. അപ്പൊ എന്തേ നിവൃത്തിയുള്ളൂ? ഈ മതിലിപ്പ പൊളിയാൻ പാടില്ല, ഈ കുട്ടികൾ പ്രായവും പക്വതയും ആവണം, അതുവരെ ഈ മതിലിവിടെ സുരക്ഷിതമായി നിൽക്കണം, അതിൻ്റെ അടിയിലുള്ള നിധി കുംഭം ആരും അറിയരുത്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഞാനത് വ്യക്തമാക്കി അങ്ങനെ നേരാക്കി കൊടുത്തു. ഇനി ഈ കുട്ടികളെ പ്രായമൊക്കെ ആവുമ്പോൾ അത് പൊളിയുമ്പോൾ ഈ മക്കളത് കണ്ടും അവരതെടുക്കും, അതുകൊണ്ട് അവർ ജീവിച്ചോളും. അതാണ് ഉദ്ദേശിച്ചത്. റഹ്മത്തം മിർ റബ്ബിക, ഇതൊക്കെ നിൻ്റെ റബ്ബിൽ എന്നുള്ളൊരു കാരുണ്യമാണ്. ആ മക്കൾക്ക് കിട്ടിയ റഹ്മത്താണത്. അല്ലെങ്കിൽ ആ മക്കൾ അന്യാധീനപ്പെട്ടു പോകും, ആ മക്കൾ പാപ്പറായി പോകും, ആരും അവരെ നോക്കാനില്ല. എന്നാൽ അതുവരെ ഈ സമ്പത്ത് ആര് സൂക്ഷിക്കും? ആരുമില്ലവർക്ക്, യതീമകളാണ്, കണ്ടവരെടുത്തുകൊണ്ട് പോകും. അതുവരെ ഇത് സുരക്ഷിതമായിട്ട് അവർക്ക് അവകാശപ്പെട്ട നിധിയും അതിലിൻ്റെ അടിയിൽ അവിടെ സേഫായിട്ടിരിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇവിടെ നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹം അവസാനം പറയണം, വമാ ഫഅൽതുഹു അൻ അംരീ, വമാ ഫഅൽതുഹു, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. മാ ഫഅൽതു, ഞാൻ ചെയ്തിട്ടില്ല. ഹു, ഇക്കാര്യം, അൻ അംരീ, അൻ അംരീ എന്ന് പറഞ്ഞാൽ അത് മിൻ ഇൻദീ എന്നർത്ഥം. ഇത് എൻ്റെ വക ചെയ്തതെന്നല്ല ഈ കാര്യങ്ങളൊന്നും. ഇപ്പൊ ഈ പറഞ്ഞ 3 കേസുമില്ലേ, കപ്പലിൻ്റെ പ്രശ്നം, കുട്ടിക്കൊന്ന പ്രശ്നം, ഈ പ്രശ്നം, ഇതൊന്നും ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിച്ച കാര്യങ്ങളല്ല. അതാണ് പറയുന്നത്. വമാ ഫഅൽതുഹു അൻ അംരീ, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം, എൻ്റെ സ്വന്തം കൽപ്പന അല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ആ ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തതല്ല ഇതൊന്നും. പിന്നെ എന്താ അതിൻ്റെ അർത്ഥം? ഇതൊക്കെ അള്ള പറഞ്ഞിട്ടാണ്, അതാണ് പറയുന്ന ഉദ്ദേശം. ഇതൊന്നും ഞാൻ ചെയ്തതല്ല, എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല പറഞ്ഞാൽ അള്ള പറഞ്ഞിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഈ ഭാഗമാണ് ഖിദർ അലൈഹിസ്സലാം നബിയാണ്, റസൂലായിരുന്നു എന്നുള്ളതിന് തെളിവാക്കിയ ഭൂരിപക്ഷം പണ്ഡിതന്മാരും എന്ത് ചെയ്തത്? പ്രത്യേകം എടുത്ത് പറഞ്ഞത്. വമാ ഫഅൽതുഹു അൻ അംരി, ഇതൊന്നും എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്തതല്ല. അപ്പോൾ അദ്ദേഹത്തിന് വഹീ കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വഹീ കിട്ടിക്കൊണ്ടിരുന്ന നബിയും റസൂലുമായിരുന്നു. ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ വിശ്വവിഖ്യാതമായ ഗ്രന്ഥമാണ് ഫത്ഹുൽ ബാരി. ആ ഫത്ഹുൽ ബാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇരുസബദ്ധമായി ഖിദർ അലൈഹിസ്സലാം നബിയായിരുന്നോ അല്ലേ എന്നൊക്കെയുള്ള ചർച്ചകൾക്കൊടുവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ബൽ ഹുവ നബിയുൻ മുർസലുൻ, ബൽ ഹുവ നബിയുൻ മുർസലുൻ, അദ്ദേഹം നബിയുമായിരുന്നു മുർസലുമായിരുന്നു എന്നാണ് അദ്ദേഹം എത്തിച്ചേർന്ന വീക്ഷണം. എതിരഭിപ്രായമുള്ള പണ്ഡിതന്മാരും ലോകത്തുണ്ട്. എന്തായിരുന്നാലും ഇതൊക്കെ അതിന് തെളിവായിട്ടാണ് പറയുന്നത്. മാ ഫഅൽതുഹു അൻ അംരി, ഇക്കാര്യമൊന്നും ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല.
ദാലിക എന്നിട്ട് അദ്ദേഹം പറയാണ്, ദാലിക അതാണ് തഅ്വീൽ, വ്യാഖ്യാനം. പറഞ്ഞതൊക്കെയാണ് തഅ്വീൽ. തഅ്വീൽ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം. എന്തിൻ്റെ വ്യാഖ്യാനം? മാലം തസ്തി അലൈഹി സബ്റാ. എന്തിൻ്റെ വ്യാഖ്യാനം? മാ ഒന്നിൻ്റെ വ്യാഖ്യാനം. ഏതാണ് ആ ഒന്ന്? ലം തസ്തി. ലം തസ്തി ഉണ്ടോ? ഇവിടെ ലം തസ്തി എന്നാണ് ആദ്യം വന്നോടത്തോ ലം തസ്തതി എന്നാണ്. രണ്ടും ഒരേ അർത്ഥമാണ്. ഇസ്ത്വാഅ എന്ന് പറഞ്ഞാലും അർത്ഥം കഴിഞ്ഞു, ഇസ്തതാഅ എന്ന് പറഞ്ഞാലും അർത്ഥം തന്നെയാണ് കഴിഞ്ഞു. അപ്പൊ മാലം തസ്തതി എന്ന് 78-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ച ആയത്തിൽ മാലം തസ്തതി എന്നാ പറഞ്ഞു, നിനക്ക് കഴിയാത്തത്. ഇവിടെ പറയുന്നതോ മാലം തസ്തി അലൈഹി, നിനക്ക് കഴിയാത്തത്. അപ്പൊ രണ്ടും അർത്ഥം തന്നെയാണ്. അവിടെ ഒരു ഇസ്തതാഅ എന്നാണ്, ഇവിടെ ഇസ്താഅ യസ്താഉ മാലം തസ്തി അലൈഹി എന്നാണ്. ഇസ്താഅ ഇസ്തതാഅ എന്നുള്ളത് മുമ്പ് പഠിച്ച ആയത്തിൽ ഇസ്തതാഅ ഉണ്ട്, ഇവിടെ യസ്തസ്തി എന്നേയുള്ളൂ, അവിടെ താ ഇല്ല. ബേജാറാവണ്ടാതെ ഞാൻ പറഞ്ഞൊരു ചുരുക്കം. അവിടെ തസ്തത്തി ആയിക്കോട്ടെ, ഇവിടെ തസ്തി ആയിക്കോട്ടെ, രണ്ടും ഒരേ അർത്ഥമാണ് എന്ന് ചുരുക്കം. എന്തായാലും അൽഹംദുലില്ലാ 82 ആയത്തുകൾ അവസാനിച്ച്. എവിടുന്ന് നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് ഏത് ഇമാം ഓതുകയാണെങ്കിലും നിങ്ങൾ മനോഹരമായി ആസ്വദിക്കും ഇൻഷാ അല്ലാഹ്, യാതൊരു സംശയവുമില്ല. ആ ഹലാവത്ത്, മാധുര്യം നന്നായിട്ട് അനുഭവിക്കാൻ പറ്റും. അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ പറഞ്ഞ എന്താ, ഒരല്പ ചില കാര്യങ്ങൾ അതിൽ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. വേറെ ഈ മതിൽ അവകാശപ്പെട്ടത് 2 യതീം കുട്ടികളുടെ സ്വത്താണ്. ആ യതീം കുട്ടികളുടെ സ്വത്തായിട്ട്, അവർക്കുള്ള സ്വത്തായിട്ട് അവിടെ നിക്ഷേപിക്കപ്പെട്ട് കിടക്കുകയാണ്. ഈ മക്കൾക്ക് അത് കിട്ടണം. അത് കിട്ടണമെങ്കിൽ ഇപ്പം ഈ മതിൽ പൊളിഞ്ഞൂടാ. കാരണം പൊളിഞ്ഞാൽ ഈ കുട്ടികൾ ദുർബലരാണ്, മറ്റുള്ളവരെ അത് എടുത്തു കൊണ്ടുപോകും. അതുകൊണ്ട് ഈ കുട്ടികൾക്കത് സമയമാകുമ്പോൾ അത് കിട്ടണം, അതിനാണ് എന്ന് പറഞ്ഞു. അതിലിടക്ക് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ, അള്ളാഹു പറഞ്ഞൊരു പ്രത്യേക വാചകം, വകാന അബൂഹുമാ സാലിഹാ എന്നാ പറയുന്നു. ഈ കുട്ടികളുടെ ബാപ്പ ആരായിരുന്നു? സാലിഹായൊരു മനുഷ്യനായിരുന്നു. അവിടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾ നന്നായി സംസാരിക്കുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതെന്താണെന്നറിയോ? ഒരു മനുഷ്യൻ സാലിഹായി ജീവിച്ചു കഴിഞ്ഞാൽ തലമുറകളിലേക്ക് വരെ അതിൻ്റെ ഫലമുണ്ടാകും, ദുന്യാവിലും ആഖിറത്തിലും എന്നാണ്. നമ്മൾ സാലിഹായി ജീവിച്ചാൽ നമ്മുടെ മക്കൾ, മക്കളുടെ മക്കൾ, മക്കളുടെ മക്കൾ, മക്കളുടെ മക്കൾ, ആ തലമുറക്ക് മുഴുവൻ അതിൻ്റെ ബറക്കത്തുണ്ടാവും. ഈ കുട്ടികളുടെ നേർക്കുനേരെയുള്ള വാപ്പയാണ് ഈ പറയുന്നത് എന്നും അല്ല, 7 തലമുറക്ക് മുമ്പുള്ള ഉപ്പാപ്പാനെ കുറിച്ചാണ് പറയുന്നത് എന്നും തഫ്സീറിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഈ വക്കാന അബൂഹുമ എന്ന് പറഞ്ഞത്, ഈ അബ് ഈ കുട്ടികളുടെ നേർക്കുനേരെയുള്ള ഉപ്പാനെ കുറിച്ചാണോ പറഞ്ഞത്, അതോ ഒരു 7 തലമുറക്ക് അപ്പുറമുള്ള ഉപ്പാപ്പയെ കുറിച്ചാണോ പറഞ്ഞത് എന്ന് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഇബ്നു കസീർ റഹിമഹുള്ള അടക്കമുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പറയണത് ഫീഹി ദലീലുൻ, ഇപ്പറഞ്ഞതിൽ നമ്മളൊരു വലിയ ഗുണപാഠം പഠിക്കണം. ഇതിലൊരു വലിയ തെളിവുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. എന്ത്? ഒരു സാലിഹായൊരു മനുഷ്യൻ സാലിഹായി ജീവിച്ചു കഴിഞ്ഞാൽ അയാളുടെ മക്കൾക്ക് വരെ ആ കാവല് കിട്ടും. വതശ്മിലു ബറകത ഇബാദതിഹി ലഹും ഫിദ്ദുനിയ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലുമൊക്കെ ഈ മനുഷ്യൻ്റെ ഇബാദത്തിൻ്റെ ബറക്കത്ത് അത് കാരണമായിക്കൊണ്ട് അള്ളാഹു വരും തലമുറകൾക്ക് പോലും അതിൻ്റെ ബറക്കത്ത് അള്ളാഹു തആല നൽകും. ബിശഫാഅതിഹി ഫീഹിം, ആ ബാപ്പ ഈ മക്കളുടെ കാര്യത്തിലുള്ള നല്ല ഒരു ശഫാഅത്ത് പരലോകത്ത് അവർക്ക് വേണ്ടി നൽകുന്നതിലും, അതുപോലെ തന്നെ മക്കൾ സാലിഹായ മക്കളാണെങ്കിൽ അവരവരുടെ മുഅ്മിനീങ്ങളായ മാതാപിതാക്കൾക്ക് വേണ്ടി, അതുപോലെ വറഫ്ഇ ദറജതിഹിം ഇലാ അഅ്ലാ ദറജത്തിൻ ഫിൽ ജന്ന, മാതാപിതാക്കൾക്ക് കൺകുളിർമ കിട്ടാൻ വേണ്ടി ആ മാതാപിതാക്കളുടെ അത്രയൊന്നും ഉഷാറല്ല മക്കളെങ്കിലും ആ മക്കളെ ഈ മാതാപിതാക്കളുടെ സന്തോഷത്തിന് വേണ്ടി അള്ളാഹു എന്ത് ചെയ്യും? സ്വർഗത്തിൽ ഉന്നതമായ പദവിയിലേക്ക് ഉയർത്തി കൊടുക്കുന്നതാണ്. അതിനെന്ത് വേണം? മക്കൾ സ്വർഗത്ത് കടക്കാനുള്ള അവകാശം ഉണ്ടാവണം. കാഫിറായ മക്കൾക്ക് അത് കിട്ടൂല. കാഫിറായ മക്കൾക്കത് കിട്ടൂല. നേരെ മറിച്ച് മക്കൾ മോമിനീങ്ങൾ തന്നെയാണ്, സ്വർഗാവകാശികളാണ്. പക്ഷേ ബാപ്പൻ്റെ അവിടേക്ക് എത്തൂല.
ബാപ്പൻ്റെ അവിടേക്ക് അമല് കൊണ്ട് എത്തൂല. ബാപ്പ സ്വർഗത്തിൽ ഉന്നത പദവിയിലാണ്, മക്കൾ ലോ ഗ്രേഡിലാണ് സ്വർഗത്തിൽ. ലോ ഗ്രേഡെങ്കിലും കിട്ടട്ടെ നമുക്ക്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, നരകത്തുനിന്ന് കാത്തു രക്ഷിക്കട്ടെ. ചോദിക്കുമ്പോൾ ഫിർദൗസ് ചോദിച്ചോളാനാണ് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ടോപ്പ് ചോദിച്ചോളിന്. ചോദിക്കുമ്പോൾ ടോപ്പ് ചോദിക്കുക, എന്ന് നമുക്ക് ചിലപ്പോൾ കിട്ടൂല. ഫിർദൗസ് ചോദിക്കുക, എന്നാൽ അടിയിലെങ്കിലും എവിടെയെങ്കിലും കിട്ടട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, മക്കൾ അവിടേക്ക് എത്തിയിട്ടില്ല, പക്ഷെ ബാപ്പ ഉന്നതമായ പദവിയിലെത്തിയിരിക്കുന്നു. അപ്പോൾ ആ മാതാപിതാക്കൾ അവർക്ക് കൺകുളിർമ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ അത്രയൊന്നും എത്താൻ പദവി എത്തിയിട്ടില്ലാത്ത മക്കളെ അവരുടെ അതേ ടോപ്പ് ദർജയിലേക്ക് ഈ മക്കളെ അള്ളാഹ് കയറ്റം കൊടുക്കുന്നു. എന്തിന്? ഈ മാതാപിതാക്കൾക്ക് സന്തോഷം കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നോക്കൂ നിങ്ങൾ, അള്ളാഹു ചെയ്യുന്നൊരനുഗ്രഹം. ഇപ്പോൾ ദുന്യാവിലും ഗുണമുണ്ട്, ആഖിറത്തിലും കൊണ്ടോ. ഈ കുട്ടികൾക്ക് ആ മുതൽ കിട്ടാനുള്ള കാരണം എന്താണ്? ബാപ്പൻ്റെ ജീവിതത്തിൽ ആ മനുഷ്യൻ ജീവിച്ചു പോയതിൻ്റെ ഒരു ബറക്കത്താണ് ഈ മക്കൾ ഈ അനുഭവിക്കുന്നത്. ദുന്യാവിൽ അവർക്ക് കിട്ടണം, ആഖിറത്തിലും കിട്ടും. അതുകൊണ്ട് നമ്മൾ നല്ലവരായി ജീവിക്കാൻ നോക്കണം. അതേ അവസരത്തിൽ കാഫറുകളായിട്ടാണ് മരണപ്പെടുന്നത് മക്കളും ബന്ധപ്പെട്ടവരൊക്കെ എങ്കിലോ ആരായിട്ടും കാര്യമില്ല. നോഹ് നബിയുടെ ഭാര്യ നരകത്തിൽ, ലൂത്ത് നബിയുടെ ഭാര്യ നരകത്തിൽ, നോഹ് നബിയുടെ മോൻ നരകത്തിൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ബാപ്പ നരകത്തിൽ. നോക്കൂ നിങ്ങൾ, ഫറോവയുടെ ഭാര്യ സ്വർഗത്തിൽ, പക്ഷേ ഫറോവ നരകത്തിൽ. ബന്ധങ്ങൾ കൊണ്ടൊന്നും കാര്യമില്ല, മുഅ്മിനാവണം. അപ്പൊ സ്വർഗത്തിൽ എത്താനുള്ള അവകാശം ഈ മക്കൾക്കുണ്ട്. പക്ഷേ ബാപ്പയോടൊപ്പം എത്തിച്ചേരാനുള്ള പദവിയിൽ എത്തിച്ചേരാനുള്ള അമലൊന്നുമില്ല. പക്ഷേ അല്ലാഹു തആല അവർ, ഇത് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ ഈ കാര്യം പറയുന്നുണ്ട്. സൂറത്തു തൂർ 21-ാമത്തെ ആയത്താണ് എൻ്റെ ഓർമ്മ. സൂറത്തു തൂറിൽ വല്ലദീന തബഅതുഹും ദുരിയത്തുഹും ബിഈമാനിൻ എന്ന് പറഞ്ഞിട്ട് സൂറത്തു തൂറിൽ അല്ലാഹു തആല ഈ കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ ശരിക്കും ചിന്തിക്കണം കേട്ടോ. റമളാൻ ആവുമ്പോൾ നമ്മൾ ഖുർആൻ നല്ലോണം ചിന്തിക്കുമല്ലോ. റമളാനിൽ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ചിന്തിക്കും, കരയണം. അപ്പൊക്കെ ഈ ആയത്തൊക്കെ നമ്മളിങ്ങനെ നോക്കണം. സൂറത്തു തൂറിൽ 21, സൂറത്തു തൂറിലെ 21-ാമത്തെ ആയത്തൊന്ന് നോക്കിയേ. വല്ലദീന ആമനൂ, തീർച്ചയായും വല്ലദീന ആമനൂ മുഅ്മിനുകൾ, വത്തബഅതുഹും അവരെ ഫോളോ ചെയ്തിട്ടുണ്ട്, ദുരിയത്തുഹും അവരുടെ മക്കളും, ബിഈമാനിൻ ഈമാനിൽ ഫോളോ ചെയ്തിട്ടുള്ള മക്കളുള്ള മുഅ്മിനീങ്ങൾ. അവിടെ അടിവരയിടണം, ഈമാനിൽ ഫോളോ ചെയ്ത മക്കളാവണം. അത് കാഫറുകളായി പോയി, അങ്ങനത്തെ മക്കൾക്കല്ല ഈ സ്ഥാനക്കയറ്റം കൊടുക്കുന്നത്. ഈമാനിൽ മാതാപിതാക്കളോട് ഫോളോ ചെയ്തിട്ടുള്ള മക്കളുണ്ടെങ്കിൽ അൽഹഖ്നാ ബിഹിം, ആ മാതാപിതാക്കളോടൊപ്പം നാം ചേർത്ത് കൊടുക്കും, ദുരിയതഹും അവരുടെ മക്കളെയും കൂടി വാപ്പാരിമാരി ആ സ്ഥാനത്ത് കട കൊടുക്കും. വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഅ, ആരുടെയും ഒരു അമലിൽ നിന്നും ആർക്കും ഒന്നും കമ്മി വരുത്തിയിട്ടല്ല. അപ്പൻ്റെ ഇമ്മൻ്റെ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ടല്ല മക്കൾക്ക് കൊടുക്കുന്നത്. അള്ളാൻ്റെ റഹ്മത്ത് ഓശാരമാണ്, റബ്ബിൻ്റെ ഔദാര്യം കൊണ്ട് കൊടുക്കുകയാണ്. അല്ല അമ്മാക്കപ്പാക്കൊന്നും കുറയൂല, ഒന്നും അവരൊന്നും എടുത്തിട്ട് മക്കൾക്ക് കൊടുക്കുകയല്ല. റബ്ബിൻ്റെ പ്രത്യേക ഫضല് കൊണ്ട് ഈ മക്കളെ സ്ഥാനക്കയറ്റം അല്ലാഹു തആല കൊടുക്കും എന്നാണ് സൂറത്ത് തൂർ 21-ാമത്തെ ആയത്ത്. എന്നിട്ട് പറയുന്നുണ്ട്, കുല്ലും മ്രിഇം ബിമാ കസബ റഹീൻ, എല്ലാവരും അവരവരെന്താണോ സമ്പാദിച്ചത് അതന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതിനുള്ള അവൻ അവകാശപ്പെട്ടത്, അതിന്മേൽ അവൻ പണയപ്പെടുത്തപ്പെട്ടവനായിരിക്കും. നമ്മുടെ ഓരോരുത്തരും നന്നാവണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ആശയം. അപ്പോൾ അത് ഇപ്പോൾ ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി. ഇതാണ് മുഫസ്സിരീങ്ങളൊക്കെ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കി നിങ്ങൾ. അപ്പോൾ മാതാപിതാക്കളുടെ ഒരു നന്മ ശേഷമുള്ള തലമുറയിൽ മക്കൾക്കും മക്കളുടെ മക്കളായ ആളുകളിലേക്കൊക്കെ ലഭിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്? നമ്മളെ നേരിട്ടുള്ള മക്കളെ മാത്രമല്ലല്ലോ, മക്കളെയും വരാൻ പോകുന്നൊരു തലമുറയൊക്കെ മനസ്സ് കണ്ടുകൊണ്ട് വേണം നമ്മൾ ദുആ ചെയ്യാൻ. റബ്ബനാ ഹബ് മിൻ അസ്വാജിന വദുരിയാതിന. ദുരിയാതിന എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വേണം നമ്മളെ മക്കളും നമ്മളെ വേറെ കുട്ടികളും ഒക്കെ. ഇനി അവർക്ക് വരാൻ പോകുന്നൊരു തലമുറയൊക്കെ ആയിക്കോട്ടെ, എല്ലാവർക്കും വേണ്ടി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്ക രാജ്യത്ത് ആരാരുമില്ലാത്ത മണലാരണ്യത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതെന്താ?
റബ്ബനാ റബ്ബി ജഅൽനി മുഖീമസ്സലാഹ് വമിൻ ദുർരിയ്യതി, അല്ലേ? റബ്ബി ജഅൽനി മുഖീമസ്സലാഹ്, റബ്ബേ നീ എന്നെ നിസ്കാരം ശരിക്ക് നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ. ആരാ തേടുന്നത്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. റബ്ബി ജഅൽനി മുഖീമസ്സലാഹ് വമിൻ ദുർരിയ്യതി, എൻ്റെ സന്താന പരമ്പരകളിൽ നിന്നും അങ്ങനെ നിസ്കാരം നിലനിർത്തുന്നവരെ നീ ഉണ്ടാക്കണം. ഉണ്ടോ? എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാവർക്കും വേണ്ടിയാണ്. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. കണ്ടോ? വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. ഞങ്ങളെ മുസ്ലിമാക്കണം, ഞങ്ങളെ മാത്രം മുസ്ലിമാക്കിയാൽ പോരെ, വരാൻ പോണ മക്കളെ പേരമക്കളെ അങ്ങനെയുള്ളവരൊക്കെ ഒക്കെ നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ഉമ്മത്താക്കി നീ മാറ്റണേ. എത്ര മനോഹരമായ മനസ്സിൽ തട്ടി വരും തലമുറയെ കൂടി കണ്ണിൽ കണ്ടുകൊണ്ടുള്ള ദുആയാണ്. നമ്മളൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കണുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ ദുആ ചെയ്യുമ്പോൾ നമ്മളെ കാര്യം പറയാൻ തന്നെ നേരം മടിയാണ്. നമ്മളെ കാര്യം പറഞ്ഞ ഉടനെ ഓർക്കേണ്ടത് ആരെയാണ്? ആരെ ഓർക്കേണ്ടത്? നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഉടനെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? അപ്പം മാതാപിതാക്കൾക്ക്, നമ്മുടെ ശേഷക്കാർക്ക്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം അതിലൊക്കെ ഇവിടെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു കാര്യമാണത്. കണ്ടോ? അപ്പോൾ ആ ഒരു ഗുണപാഠവും കൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. നമ്മൾ ചെയ്തിട്ടുള്ള ഒരു നന്മയുടെ ഫലം ശേഷക്കാർക്കും അനുഭവിക്കാനുള്ള തൗഫീക്ക് കൊടുക്കും. അതിന് നമ്മൾ ചീത്തയാൻ പറ്റൂല, നമ്മൾ നന്നാവണം. അതിന് ഓരോരുത്തരും നോക്കണം. അപ്പം അതാണ് ആ വിഷയത്തിൽ. എന്നിട്ട് അത് പറഞ്ഞുകൊണ്ടാണ് അവസാനം എന്ത് പറഞ്ഞത്? ഇതാ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാതിരുന്ന, അർത്ഥം മനസ്സിലായില്ലേ? മാലം തസ്തി അലൈഹി, താങ്കൾക്ക് സാധിച്ചിട്ടില്ലായിരുന്നു, അലൈഹി ആ കാര്യത്തിലൊക്കെ, സബറൻ സഹിക്കാൻ പറ്റിയില്ലല്ലോ നിങ്ങൾക്ക്. ഇപ്പം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വിഷയങ്ങളിലൊക്കെ ഉണ്ടായ വ്യാഖ്യാനം അപ്പം ഞാൻ ഈ പറഞ്ഞു തന്നത്. സഫീനത്തും അതുപോലെ തന്നെ ഗുലാമും അതുപോലെ തന്നെ ജിദാറും. അപ്പം മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ ആ വിഷയം അവിടെ അവസാനിക്കും. അതിനുശേഷം അവർ പിരിഞ്ഞു. മൂസാ അലൈഹി സ്വലാം ഖിദർ അലൈഹി സ്വലാം തമ്മിൽ അവിടെ വെച്ച് പിരിയാണ്. വളരെ സംഭവബഹുലമായ ചരിത്രം അവിടെ അവസാനിച്ചു. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്നത് വേറെ ദുൽഖർനൈൻ എന്ന് പറയുന്നൊരു രാജാവിൻ്റെ സംഭവങ്ങളാണ്. പിന്നെ ഏതാനും ചില പൊതുവായ തത്വങ്ങളും പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ കഹ്ഫിന് വിരാമമാവും, അവസാനിക്കും. റഹ്മാനായ റബ്ബ് ഏറ്റവും നല്ല നിലക്ക് വിശുദ്ധ ഖുർആനിനെ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ.